സ്കൂൾ ഒളിമ്പിക്സ് ഇത്തവണ പരിഷ്കരിച്ച മാതൃകയിൽ നടത്തുമെന്നും ഒളിമ്പിക്സ് മേളയിൽ കളരിപ്പയറ്റ് ഉൾപ്പെടുത്തുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തൃശൂരിൽ പറഞ്ഞു. ചില ഇനങ്ങളിൽ 18 വയസ്സുവരെ പ്രായമുള്ളവർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 16ഉം അതിന് താഴെയുമുള്ള 2 കാറ്റഗറികൾ ഇല്ലായിരുന്നു. അത് ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചു. കേന്ദ്ര ഗവൺമെന്റ് കളരിപ്പയറ്റിനെ മത്സരത്തിൽ നിന്ന് മാറ്റിയപ്പോൾ കേരള ഗവൺമെന്റ് ഒരു മാതൃകയെന്ന നിലയിൽ ഈ ഒളിമ്പിക്സ് മേളയിൽ കളരിപ്പയറ്റിനെ ആദ്യമായി ഉൾപ്പെടുത്താൻ പോവുകയാണെന്ന് ശിവൻകുട്ടി പറഞ്ഞു. UID ഇല്ലാത്ത കുട്ടികളുടെ തസ്തികാ നിർണയം ഈ വർഷം പരിഗണിച്ചിട്ടില്ല. അങ്ങനെ പരിഗണിക്കപ്പെടാത്തതിന്റെ ഫലമായി കണക്കെടുത്തില്ലെങ്കിൽ പോലും നല്ലൊരു ശതമാനം അധ്യാപകരും ജോലിയില്ലാതെ പുറത്താവുകയാണ്. UID കാർഡ് ഇല്ലാത്തതിന്റെ പേരിൽ ഒരു കുട്ടിക്കും ആനുകൂല്യം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. ചട്ടങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി പ്രിൻസിപ്പൽ സെക്രട്ടറിയും വിദ്യാഭ്യാസ ഡയറക്ടറെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രഖ്യാപിച്ചതാണ് ഉൾപ്പെടുത്തുമെന്ന്. കേന്ദ്ര ഗവൺമെന്റ് കളരിപ്പയറ്റിനെ മത്സര ഇനത്തിൽ നിന്ന് മാറ്റിയപ്പോൾ കേരളം ഒരു മാതൃക എന്നുള്ളതിൽ പരമ്പരാഗതമായിട്ട് തന്നെ നമ്മൾ അംഗീകരിച്ചിട്ടുള്ള കളരിപ്പയറ്റിനെ ഉൾപ്പെടുത്തുമെന്ന് അന്ന് പറഞ്ഞാണ്. അത് ഈ ഒളിമ്പിക്സ് മേളയിൽ നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്. UID ഇല്ലാത്ത കുട്ടികളുടെ തസ്തിക നിർണ്ണയം ഈ വർഷം പരിഗണിച്ചിട്ടില്ല. UID എന്ന് പറഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡാണല്ലോ. നമ്മുടെ പൗരത്വ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആധാർ കാർഡ് അങ്ങനെ എല്ലാവരും എല്ലാ കാര്യങ്ങൾക്കും അംഗീകരിക്കേണ്ട രേഖയല്ല എന്ന് സുപ്രീം കോടതിയിലെ വിധിയിൽ വന്നിട്ടുണ്ട്. അത് UID ഇല്ലാത്തതിന്റെ പേരിൽ ഒരു കുട്ടിക്ക് പോലും ആനുകൂല്യം നിഷേധിക്കപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടേ ഇല്ല. ഇത് റിപ്പോർട്ട് വന്ന ശേഷം ഞങ്ങളെല്ലാം കൂടെ എല്ലാവരും കൂടെ ആലോചിച്ച് LDFിൻ്റെ ഒക്കെ തന്നെ ചർച്ച ചെയ്ത് ആ കാര്യം എങ്ങനെ നമുക്ക് അധ്യാപകരുടെ ജോലിക്ക് സംരക്ഷണം കൊടുക്കണം എന്ന നിയമം നമുക്ക് ലംഘിക്കാനും പാടില്ല. ഈ കാര്യങ്ങൾ സംബന്ധിച്ചിടത്തോളം പ്രിൻസിപ്പൽ സെക്രട്ടറിയും വിദ്യാഭ്യാസ ഡയറക്ടറും കൂടെ അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഭിന്നശേഷിക്കാർക്ക് ജോലി കൊടുക്കാൻ പാടില്ലെന്ന് ആരെങ്കിലും നിലപാടെടുത്താൽ അതിനോട് യോജിക്കാനാകില്ലെന്നും മന്ത്രി പറഞ്ഞു. ഭിന്നശേഷിക്കാർക്ക് ഹൈക്കോടതിയും സുപ്രീംകോടതിയും പറഞ്ഞ ശതമാനത്തിലുള്ള ജോലി കൊടുത്തേ പറ്റുകയുള്ളൂ. ദിവസവേതനത്തിന് നിയമിക്കപ്പെട്ട അധ്യാപകർക്ക് ചില സ്കൂളുകളിൽ ശമ്പളം കൊടുക്കുന്നില്ല. ശമ്പളം കൊടുക്കുന്നതിൽ ഗവൺമെന്റ് ഉത്തരവാദിയല്ല. ഗവൺമെന്റ് കൃത്യമായി ശമ്പളം കൊടുക്കുന്നുണ്ട്. ദിവസത്തിൽ ജോലി ചെയ്യുന്നവർക്കും സ്ഥിരം നിയമനം ലഭിച്ച അധ്യാപകർക്ക് നൽകുന്നത് പോലെ ശമ്പളം കൊടുക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണം. അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. TCV ന്യൂസ്, തൃശൂർ.